റയൽ മാഡ്രിഡ് ഫാൻസ് ഇതിന് ഉത്തരം നിങ്ങൾക്ക് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. 2025 ഈ സീസൺ, കഴിഞ്ഞു പോയ സീസൺ എന്ന് പറയുന്നത് ഓരോ റയൽ മാഡ്രിഡ് ആരാധകർക്കും ഓർക്കാൻ 1% പോലും ആഗ്രഹവും ഇല്ലാത്തൊരു സീസൺ ആയിരിക്കും എന്നുള്ളതാണ്. ശരിയാണ്, പരിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പല റിപ്പോർട്ടുകളും പറയുന്നത് ടീമിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഈഗോ ക്ലാഷുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, പരിക്ക് റയൽ മാഡ്രിഡിനെ ബാധിച്ചിട്ടുണ്ടോ? സത്യമായിട്ടും ബാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെല്ലാവരും, അതിപ്പോൾ നിങ്ങൾ റയൽ മാഡ്രിഡ് ഫാൻ അല്ലെങ്കിലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കേണ്ട 2 പ്ലേയേഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വാൽവേർഡിയും അതുപോലെ തന്നെയാണ് ജൂഡ് ബെല്ലിംഗ്ഹാമും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാതിരി വർക്ക് റേറ്റ് ആണ് അവർ എടുക്കുന്നതെന്ന് അറിയോ? ജൂഡിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പരിക്കിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കണ്ട സംഭവങ്ങളെല്ലാം ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഈഗോ ക്ലാഷുകൾ എവിടേക്കാണ്, എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ എന്നുള്ള 2 പേരിലേക്കാണ് പോകുന്നത്. എന്തായാലും മാനേജ്മെന്റ് സാബിക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെന്നുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് കളഞ്ഞേക്കടേ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ഈഗോ പ്രശ്നമായിരുന്നു സത്യത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ ഈ സീസണിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? താഴെ കമൻറ്റ് കറോ. ആൻഡ് വാട്ട് യു തിങ്ക്, എന്തായിരിക്കും പ്രശ്നം ശരിക്കും?